ഈ ശബരിമല വിഷയത്തിൽ തന്ത്രി അറസ്റ്റോടുകൂടി 13 പ്രതികൾ ഇപ്പോൾ അറസ്റ്റിലായി. അവരൊക്കെ ഇപ്പോൾ ജയിലിൽ കിടക്കുക. അവർക്കാർക്കും ജാമ്യം കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ പ്രതികൾക്കൊന്നും ജാമ്യം കിട്ടാതെന്ന് അറിയോ നിങ്ങൾ? ഈ ശബരിമല കേസ് വന്ന ഉടൻ തന്നെ ആദ്യം FIR ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഹൈക്കോടതി നിയന്ത്രണത്തിലാണ് FIR ഇട്ടത്. അങ്ങനെ ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കുന്നത്. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഇപ്പോൾ കേസ് നടത്തി അതാ സമയത്ത് കോടതിയെ അറിയിക്കുന്നത്. കോടതി അന്നൊരു ധാരണ വെച്ചിരുന്നു, ആരും അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും കോടതി അതാ സമയം അറിയിക്കണമെന്ന്. അപ്രകാരം കോടതി പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെങ്കിൽ മാത്രമേ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടായത് കൊണ്ടാണ് ഈ 13 പേരും ഇപ്പോൾ അറസ്റ്റ് ചെയ്യാകുന്നതും ഇപ്പോൾ റിമാൻഡിൽ കിടക്കുന്നതും. അപ്പോൾ ഇവർക്ക് കീഴ്ക്കോടതി, അതായത് ഹൈക്കോടതിയേക്കാൾ താഴെയുള്ള കീഴ്ക്കോടതിക്ക് ജാമ്യാപേക്ഷ കൊടുത്താൽ സ്വാഭാവികമായ ഒരു അസ്വാഭാവികത ഉണ്ട് അവിടെ. പ്രതികൾ കീഴ്ക്കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുക്കുമ്പോൾ സ്വാഭാവികം അവിടെ ജഡ്ജിന്, ആ കീഴ്ക്കോടതി ജഡ്ജിന് മുമ്പിൽ ഒരു ചിന്തയുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ, ഇത് ഹൈക്കോടതി പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെന്ന് തെളിവുകളുണ്ടെന്ന കാരണത്തിലാണ് ഈ പ്രതി അറസ്റ്റ് ചെയ്തത്. ആ നിലയ്ക്ക് അതായത് കീഴ്ക്കോടതി ജാമ്യം കൊടുത്താൽ അതിൽ അസ്വാഭാവികത ഉണ്ടോ എന്ന് സ്വാഭാവികമായ ഒരു സംശയം അങ്കുരിക്കാം. കീഴ്ക്കോടതിക്ക് ജാമ്യം കൊടുക്കാൻ അധികാരമൊക്കെ ഉണ്ട്, പക്ഷെ പലപ്പോഴും അതൊരു വൈമനസ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പം നിലവിലുള്ള പ്രതികളൊക്കെ കീഴ്ക്കോടതിക്ക് ജാമ്യം കൊടുക്കാൻ കഴിയുമെങ്കിൽ പോലും ജാമ്യം കൊടുക്കാൻ നിൽക്കില്ല എന്ന് എൻ്റെ അഭിപ്രായം. കാരണം അങ്ങനെ വരുമ്പോൾ ഹൈക്കോടതി കുറ്റക്കാരാണെന്ന് ഏകദേശം ഒരു പ്രഥമദൃഷ്ട്യാ തെളിവ് കണ്ട ഒരു പ്രതികളെ കീഴ്ക്കോടതി ജാമ്യം കൊടുത്താൽ ജുഡീഷ്യൽ സംവിധാനത്തിന് തന്നെ അസ്വാഭാവികത ഉണ്ടാകും.